വൻഹായ് 503 കപ്പലിലുള്ളത് അപകടകരമായ വസ്തുക്കൾ ആണ് എന്ന കാര്യം സ്ഥിരീകരിക്കുകയാണ്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് എന്തൊക്കെയാണ് കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിലെ ഉള്ളടക്കം, അതാണ് നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ക്ലാസ് 3, അതായത് അതിവേഗം തീപിടിക്കുന്ന ദ്രാവകം, റെസിൻ സൊല്യൂഷൻ, പെയിന്റ്, ടർപ്പന്റൈൻ ഉൾപ്പെടെയുള്ളവയാണ്. ചെറിയ തീപ്പൊരിയോ സ്റ്റാറ്റിക് ചാർജോ പോലും അപകട സാധ്യത ഉണ്ടാക്കും. 32 ഡിഗ്രിയിൽ കൂടുതൽ താപനിലയുണ്ടായാലും അപകടമുണ്ടാകുന്നതാണ്. രണ്ടാമത്തേത് ക്ലാസ് 6.1 വിഷപദാർത്ഥങ്ങളാണ്. ഡൈമീഥൈൽ സൾഫേറ്റ്, ഈഥൈൽ ക്ലോറോഫോർമേറ്റ്, ഡൈക്ലോറോമീഥൈൽ തുടങ്ങിയവയാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്, ക്ലാസ് 6.1 എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇത്തരം പദാർത്ഥങ്ങൾ ശ്വസിക്കുകയാണെങ്കിൽ ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിക്കും, അപസ്മാരമുണ്ടാകാം, മരണം വരെ സംഭവിക്കാം. ഇതിൽ ഉൾപ്പെടുന്നത് ക്ലാസ് 6.1 വിഭാഗത്തിലുള്ള വിഷവസ്തുക്കളാണ്. പല രാജ്യങ്ങളും നിരോധിച്ച വിഷവസ്തുക്കളാണ് ക്ലാസ് 6.1 എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തേത് ക്ലാസ് 8 ആണ്. ക്ലാസ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപകടകരമായ രാസവസ്തുക്കളാണ്. ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന എന്തൊക്കെ പദാർത്ഥങ്ങൾ അപകടത്തിൽപ്പെട്ട കപ്പലിലുണ്ട് എന്നതുകൂടി നമുക്കൊന്ന് നോക്കാം. മാലിക് ആൻഹൈഡ്രേറ്റ്, ഫോസ്ഫോറിക് ആസിഡ്, മെറ്റാക്രൈലിക് ആസിഡ്, പോളിമൈൻസ്, ഇതൊക്കെ സ്പർശിച്ചു കഴിഞ്ഞാൽ പൊള്ളലേൽക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ്. ചോർച്ചയുണ്ടായാൽ, ഇവയൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന കണ്ടെയ്നറുകളിൽ ചോർച്ചയുണ്ടായാൽ അത് കപ്പലിനെ ദുർബലമാക്കാൻ വരെ തീവ്രശേഷിയുള്ളവയാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അപകടമുണ്ടായ സമയത്തിന് ശേഷം അവിടെ ചൂടേറ്റാൽ, താപനിലയിൽ ഉണ്ടായാൽ അപകട സാധ്യതയുള്ള വസ്തുക്കളാണ്. ആൽക്കഹോൾ അടങ്ങിയ നൈട്രോ സെല്ലുലോസ്, ചൂട്, വൈബ്രേഷൻ, അന്തരീക്ഷ താപനില തുടങ്ങിയവയൊക്കെ ഈ കണ്ടെയ്നറുകളുടെ അപകട സാധ്യത കൂട്ടാൻ സാധ്യതയുള്ളതാണ്. അടുത്തതായി നമുക്ക് പോകേണ്ടത് ക്ലാസ് 4.1ലേക്കാണ്. ക്ലാസ് 4.1 എന്ന ശ്രേണിയിൽ കപ്പൽ കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രതിപ്രവർത്തന സാധ്യതയുള്ള ഖരവസ്തുക്കളാണ്. അവയും ഈ കണ്ടെയ്നറുകളിലുണ്ട്. അതായത് ജലവും വായുവുമായി, സമുദ്രജലമാണ് അവിടെ കോണ്ടാക്റ്റിൽ വരാൻ പോകുന്നത്. ജലവും വായുവുമായി ചേർന്നാൽ അപകടകരമാണ് ഇവ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓർഗാനോ മെറ്റാലിക് പൈറോഫോറിക്സ്, അന്തരീക്ഷത്തിൽ ജ്വലിക്കുന്ന ഒരു പദാർത്ഥമാണ്. അത് തീ പിടിച്ചു കഴിഞ്ഞാൽ തീ അണയ്ക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, ദുഷ്കരമാണ്. കടൽ ജലവുമായി ചേരുകയാണെങ്കിൽ സ്ഫോടനം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളവയാണ് ക്ലാസ് 4.1ൽ വരുന്ന ഈ പ്രതിപ്രവർത്തന സാധ്യതയുള്ള ഖരവസ്തുക്കൾ എന്ന് പറയുന്നത്. അടുത്തത് ക്ലാസ് 9 എന്ന ശ്രേണിയിൽ പെടുന്നതാണ്. അത് പരിസ്ഥിതിക്ക് ആഘാതം സൃഷ്ടിക്കുന്ന വസ്തുക്കളാണ് അവ. അതിൽ ഉൾപ്പെട്ട എന്തൊക്കെ രാസവസ്തുക്കൾ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നത് നമ്മൾ പരിശോധിച്ചാൽ ട്രൈക്ലോറോ ബെൻസീൻ, സിങ്ക് ഓക്സൈഡ്, ഫോസ്ഫേറ്റ് ചെയ്ത എസ്റ്ററുകൾ, ഇതൊക്കെയാണ് ഈ ഒരു ശ്രേണിയിൽ, ഈ കണ്ടെയ്നറുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് സമുദ്ര സമ്പത്തിനെ, നമ്മുടെ സമുദ്ര സമ്പത്തിനെ, മത്സ്യസമ്പത്തിനെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. ചെറിയ ചോർച്ച ഉണ്ടായാൽ പോലും അത് സമുദ്രത്തിൽ വലിയ ആഘാതമുണ്ടാക്കും എന്നതാണ് അതിന്റെ പ്രത്യേകത. നമ്മുടെ മത്സ്യസമ്പത്തടക്കം ദോഷകരമായി ബാധിക്കുന്ന ക്ലാസ് 9 ശ്രേണിയിലുള്ള കണ്ടെയ്നറുകളും ഈ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലതരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളാണ് ഈ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്ന് ചുരുക്കം.